സാധാരണ നിലയിൽ ലീഗ് പൊളിറ്റിക്സിൽ നിന്ന് സാധാരണ നിലയിൽ നേതാക്കൾ ഉയർന്നു വരാൻ സാധ്യത കുറഞ്ഞ മധ്യ കേരളം, തെക്കൻ കേരളം ആ മേഖലയുടെയൊക്കെ ഒരു പ്രതിനിധിയായി കൂടി ഉയർന്നു വന്ന നേതാവായിരുന്നു ശ്രീ PK ഇബ്രാഹിം കുഞ്ഞ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് റോഡുകളുടെ നവീകരണം വലിയ തോതിലെന്ന് ശ്രദ്ധ നേടിയിട്ടുണ്ട്. പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ റോഡുകളുടെ നവീകരണം അത് വലിയ തോതിൽ ആ കാലത്ത് ചർച്ച ചെയ്യപ്പെടുകയും ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ 2012-13 എന്നാണ് എൻ്റെ ഓർമ്മ, ഇംഗ്ലീഷ് പത്രത്തിൻ്റെ സർവേയിൽ ഏറ്റവും മികച്ച മന്ത്രി എന്ന പുരസ്കാരം പോലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. മലപ്പുറംകാരനല്ലാത്ത, കോഴിക്കോട്ടുകാരനല്ലാത്ത, മലബാറുകാരനല്ലാത്ത ഒരു ലീഗ് മന്ത്രിയുടെ ചിത്രം, മികച്ച മന്ത്രി എന്ന ഫ്ലെക്സൊക്കെ അന്ന് മലപ്പുറത്തൊക്കെ നിരന്നു നിന്നതും എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ശ്രീ PK ഇബ്രാഹിം കുഞ്ഞ് ഏറെക്കാലമായി അർബുദബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരുന്നു. പ്രദീപ് ജോസഫ് തുടരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രദീപ്, എങ്ങനെയാണ് സംസ്കാരം അടക്കമുള്ള മറ്റു കാര്യങ്ങളുടെ വിവരങ്ങൾ കൂടി? രതീഷ്, അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ എറണാകുളം നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ കനത്ത വിവരമറിഞ്ഞ് അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. മൃതദേഹം ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായി വരുന്നതേയുള്ളൂ. ആലുവ ടൗണിൽ തന്നെയുള്ള തോട്ടയ്ക്കാട്ടുകര സ്വദേശിയാണ് PK ഇബ്രാഹിം കുഞ്ഞ്. മൃതദേഹ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു തീരുമാനമാകുന്നതേയുള്ളൂ. അദ്ദേഹത്തിൻ്റെ മരണ വിവരം അറിഞ്ഞ് പാർട്ടി നേതാക്കളും പാർട്ടി പ്രവർത്തകരുമൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വൈകാതെ തന്നെ മറ്റ് ചടങ്ങുകൾ സംബന്ധിച്ച് ഒരു തീരുമാനമാകും. തുടർച്ചയായി 4 തവണ സംസ്ഥാന നിയമസഭയിൽ എത്തിയ വ്യക്തി കൂടിയാണ് PK ഇബ്രാഹിം കുഞ്ഞ്. 2005-6 കാലയളവിലായിരുന്നു അദ്ദേഹം PK കുഞ്ഞാലിക്കുട്ടിക്ക് പകരക്കാരനായി മന്ത്രി പദവിയിലെത്തിയത്. അന്ന് വ്യവസായ വകുപ്പാണ് കൈകാര്യം ചെയ്തത്. പിന്നീട് 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെത്തിയപ്പോൾ പൊതുമരാമത്ത് വകുപ്പും PK ഇബ്രാഹിം കുഞ്ഞ് കൈകാര്യം ചെയ്തു. നിലവിൽ മട്ടാഞ്ചേരി മണ്ഡലം എന്നൊരു മണ്ഡലം തന്നെ ഇല്ലാതായി. പിന്നീടാണ് അദ്ദേഹം കളമശ്ശേരി മണ്ഡലത്തിലേക്ക് മാറി മത്സരിക്കുന്നത്. കളമശ്ശേരിയിലും അദ്ദേഹത്തിന് 2 തവണയും വിജയമാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. അതും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹത്തിന് വിജയിക്കാനായി. ലീഗിലെ സൗമ്യനായ ഒരു രാഷ്ട്രീയക്കാരനെന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യകേരളത്തിൽ മുസ്ലിം ലീഗിനെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു നേതാവ് കൂടിയാണ്. പ്രത്യേകിച്ചും ഒരു തൊഴിലാളിയായി കടന്നു വന്ന് പിന്നീട് വലിയ നേതാവായി മാറിയ വ്യക്തി കൂടിയാണ് PK ഇബ്രാഹിം കുഞ്ഞ്. 73 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഏതാണ്ട് 4-5 വർഷക്കാലമായി അസുഖപരമായ കാരണങ്ങളാൽ അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ചുനാൾ വളരെയധികം വിശ്രമത്തിലായിരുന്നു. പിന്നീടും അദ്ദേഹം പൊതുപ്രവർത്തനത്തിലേക്ക് ചെറിയ തോതിൽ മടങ്ങി വരികയും ഒക്കെ ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് 3 ദിവസം മുൻപാണ് അദ്ദേഹത്തെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അല്പസമയം മുൻപാണ് മുൻ മന്ത്രി PK ഇബ്രാഹിം കുഞ്ഞിൻ്റെ അന്ത്യം ഉണ്ടായത്. 1000 വഴിത്തിരിവുകൾ എന്നുള്ള ഒരു പേരിൽ അദ്ദേഹം ഒരു കോഫി ടേബിൾ ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു ആത്മകഥയ്ക്ക് സമാനമായ ഒന്ന് എന്ന് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. താൻ രാഷ്ട്രീയത്തിലൂടെ നടന്നു വന്ന വഴികളൊക്കെ അദ്ദേഹം അതിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെ ഏറ്റവും സൗമ്യനായ നേതാക്കളിൽ ഒരാളാണ് കടന്നു പോകുന്നത്.